ഇനി MACP ഒക്കെ വരുന്ന സമയത്ത് പേ ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അതും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എത്രമാത്രം വർഷം ഇനി സർവീസ് ബാക്കിയുണ്ടോ അതിനെ അനുസരിച്ചാണ് ഇത് കൂടി വരുന്നത്. MACP കിട്ടുന്ന സമയത്ത് 5-ൽ നിന്ന് 6-ലേക്കാണ് പോകുന്നതെങ്കിൽ ഇതിൽ ഇങ്ങോട്ടാണ് പോകുന്നത്. 29,600-ൽ നിന്ന് 30,500 ആവുന്നു. 30,500 തുല്യമായ സംഭവം ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ കൂടെ ഒരു 15% കൂടെ കൂട്ടിയാണ് ഇവിടെ വരുന്നത്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NBS UPS വിഷയത്തിൽ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് ആദ്യത്തെ വീഡിയോയ്ക്കകത്തെന്ന് പറയുന്നത് ഈ കാൽക്കുലേഷൻ കാണിക്കാനായിട്ട് ഒരു എക്സൽ ഷീറ്റ് കാണിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മളിത് കമ്പയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പല ആൾക്കാരും ആ വീഡിയോ കണ്ടതിന് ശേഷം ആ എക്സൽ ഷീറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഞാനത് വീഡിയോയിലൊന്നും അത് കൊടുത്തിരുന്നില്ല, ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അത് മറ്റൊന്നും കൊണ്ടല്ല, അത് സാധാരണ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഇത്തരത്തിലുള്ള പേ കാൽക്കുലേറ്റർ, UPS NBS കമ്പാരിസൺ നടത്തുന്ന ഒരുപാട് തരത്തിലുള്ള ടൂളുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു ടൂൾ അല്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബേസിക് പേയും നിങ്ങളുടെ റിട്ടയർമെൻറ്റും നിങ്ങൾ ഇപ്പോഴുള്ള കോർപ്പസും ഒക്കെ കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്ന രീതിയിലല്ല ഞാനത് ചെയ്ത് വെച്ചിരുന്നത്. അതെന്ന് പറയുന്നത് നമുക്ക് പേ ഫിക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. മാനുവലായിട്ട് പേ കൊടുക്കുമ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ അത് കാൽക്കുലേറ്റ് ചെയ്ത് തരും. പക്ഷേ ഈ പേ ഫിക്സേഷൻ അങ്ങനെ കൊടുക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പലപ്പോഴും പലതരത്തിലുള്ള ടൂളുകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഈ പേ സൈഡിലെന്ന് പറയുന്ന പല ആൾക്കാർക്കും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കൂടാണ് കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കത്തില്ല. അതിന് കാരണം എന്ന് പറയുന്നത് പേ എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രൊമോഷൻ വരുന്നുണ്ട്, MACP വരുന്നുണ്ട്, മറ്റു തരത്തിലുള്ള പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ആ ടൂളുകളിൽ ആൾക്കാർക്ക് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചെയ്യാൻ പറ്റും, പക്ഷേ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു മിനിമം ആയിട്ടാണ് വെച്ചേക്കുന്നത്. പക്ഷേ ഇതിനകത്തെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ഓരോ വ്യക്തികളെ ചെയ്തേക്കുന്ന വ്യക്തികളുടെ റിയൽ ആയിട്ടുള്ള ഫിഗേഴ്സാണ്, റിയൽ ആയിട്ടുള്ള ഫിക്സേഷനാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മൾ കുറേ അസംഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ ഇത്തവണ ഞാൻ ആ ഒരു എക്സൽ ഷീറ്റ് ഷെയർ ചെയ്യുകയാണ്. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിനകത്ത് എങ്ങനെയാണ് ഓരോ കോളവും വന്നേക്കുന്നതെന്നുള്ളതും ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫിക്സേഷനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇനി MACP ഒക്കെ വരുന്ന സമയത്ത് പേ ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അതും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7th CPCയുടെ പേ മെട്രിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് MACP അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ബേസിക് പേ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് എത്ര പേർക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ഇത് വെച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ സഹായമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത്. ഇത്തരത്തിലൊരു എക്സൽ ഷീറ്റ് ചെയ്തതിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഫിഗർ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിലല്ല. പക്ഷേ ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത് അതിന് കാരണം നമ്മുടെ ഓരോ സർവീസ് കാലഘട്ടത്തിൽ ഇപ്പോൾ 40 വർഷം സർവീസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വിവിധ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും ഇത് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ധാരണ നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ NBS UPS വിഷയത്തിൽ വീണ്ടും വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ആ ലൈക്ക് അടിച്ച് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ സാലറി വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ കോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം മന്താണ് കൊടുത്തേക്കുന്നത്, ഓരോ മന്ത്. അപ്പോൾ അതിനകത്ത് ജനുവരി മുതൽ 2025 മുതൽ ഇനി എന്ന് വരെയാണ് ആൾക്ക് റിട്ടയർഡ് ആകാനുള്ളത് അതുവരെ നമുക്ക് താഴോട്ട് വലിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം പിന്നെ ഈ ഫസ്റ്റ് പ്രൊജക്റ്റഡ് ബേസിക് പേ എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. അതിൽ 48,200 എന്നുള്ളതാണ് അദ്ദേഹത്തിന് ജനുവരി 1 പേ. അത് കഴിഞ്ഞതിന് ശേഷം ജൂലൈ ആവുന്ന സമയത്ത് അടുത്ത ഇൻക്രിമെൻറ്റ് വരുന്നുണ്ട്. അടുത്ത ഇൻക്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2,800 എന്ന് പറയുന്ന 5ാമത്തെ ഇതിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 48,200 കഴിഞ്ഞാൽ പിന്നെ 49,600 പിന്നെ 51,100 52,600 അങ്ങനെയാണ് ഇതിനകത്ത് താഴേക്ക് പോകുന്നത്. MACP ഫിക്സേഷനൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് MACP ഫിക്സ് ചെയ്യുന്നുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു യെല്ലോ ഫില്ല് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ജനുവരി 2026 ഈ ജനുവരി 2026 പേ കമ്മീഷൻ വരുമെന്നും അന്ന് മുതൽ ഇഫക്റ്റ് കാണുമെന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ അങ്ങനെ കൊടുത്തേക്കുന്നത്. അവിടെയാണ് ഒരു 15% ഇൻക്രീസ് വരുന്നത്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ താഴെ വരെയും കൊടുത്തിട്ടേക്കാണ്, കൃത്യമായിട്ട് ഓരോ വർഷത്തിൻ്റെയും കൊടുത്ത്. അതല്ലെങ്കിൽ നമ്മളുടെ പേ ഫിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന ഇവിടെ വെച്ചിട്ടാണ് ഒരു വ്യത്യാസം വരുന്നത്. അടുത്ത പ്രൊജക്ഷൻ, സെക്കൻഡ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇത് മോള് വരെയുള്ളത് ഒരുപോലെ വന്നതിന് ശേഷം ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ മോളിൽ കൊടുത്തിട്ടുള്ളത് കാണാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു 15% കൂടെ കൂട്ടിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് താഴോട്ട് നമ്മളിങ്ങനെ വലിച്ചാൽ മതി, എല്ലാവർക്കും താഴോട്ട് വരുന്നതായിരിക്കും. നമ്മൾ പ്രത്യേകിച്ചൊന്നും ഓരോന്നും എടുത്ത് കൊടുക്കണ്ട. അപ്പോൾ മോള് മുതൽ താഴെ വരെ നമുക്ക് അതുപോലെ വലിച്ചുകൊണ്ട് പോകാം. അതിനുശേഷം പിന്നീട് 2036 പിന്നീടുള്ളത് ചെയ്ത് ഇങ്ങോട്ട് വരും. ഇത് ഇതേപോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഇത് ഈസിക്കൽ ടു ഇതെന്ന് കൊടുത്താൽ മതി. ഇത് ഈസിക്കൽ ടു C6, ഇത് ഈസിക്കൽ ടു D6 ഏതുവരെ ഇവിടുത്തെ കേസിൽ തൊട്ട് മുന്നേ വരെ. ഇനി ഇവിടെ വരുന്ന സമയത്ത് അങ്ങനല്ല, ഇതേ ഫിഗറിന് താഴെ വരെ പോകാം. താഴെ 2036 വരെ, ജനുവരി 2036 അടുത്ത ഒരു പേ കമ്മീഷൻ വരും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടം വരെ നമുക്ക് ഈസിക്കൽ ടു ഇട്ട് പോകാം. ഈസിക്കൽ ടു ഇതേ ഈസിക്കൽ ടു ഇത് എന്നുള്ള രീതിയിൽ പോകാം. എന്നിട്ട് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കോ ഇവിടെ വീണ്ടും നമ്മളൊരു 15% ആഡ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, അതിൻ്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 15% എടുത്തതിന് ശേഷം ഇതോടൊപ്പം ആഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ വരുന്നത്. അത് താഴോട്ടൊന്ന് വലിക്കുകയാണ്. താഴോട്ട് വലിച്ചു കഴിയുന്ന സമയത്ത് പിന്നീട് നമുക്ക് ഇതിനകത്ത് 36 കഴിഞ്ഞ് 46 വരെ പോകുന്നില്ല. കാര്യം അതിന് മുന്നേ പുള്ളി റിട്ടയർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താഴോട്ട് അങ്ങ് വലിച്ച് ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഇതാണ് പുള്ളിക്കാരൻ്റെ ബേസിക് പേയുടെ പ്രൊജക്റ്റ് ചെയ്ത് വന്നേക്കുന്നത്.
അതിനുശേഷം ഡി എ എന്ന് പറയുന്നത് നമ്മൾ മാറ്റം വരുത്തുന്നില്ല. കാര്യം എന്താണ്, നമ്മൾ 1 മുതൽ 55 മുതൽ 2 മറ്റേ ഇട്ടിട്ടങ്ങ് നമ്മളങ്ങ് പോവുകയാണ്. ഓരോ 6 മാസം കഴിയുന്തോറും മാറുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, അങ്ങനെയാണ് നമ്മൾ ഇട്ട് പോകുന്നത് അവസാനം വരെ. ഡി എ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് മെർജ് ചെയ്തിട്ട് വീണ്ടും ഒന്നേയും തുടങ്ങുന്നില്ല ഇവിടെ. അതിന് കാരണം ഒരു 15% ബേസിക് പേ മാത്രമേ നമ്മൾ കൂട്ടുന്നുള്ളൂ. എന്തായാലും നമ്മുടെ പേ പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിനേക്കാളും കൂടുതലായിരിക്കും വരുന്നത്. പക്ഷേ നമ്മളൊരു ഡീസൻ്റ് ആയിട്ടുള്ള തുകയാണ് ഇട്ട് പോകുന്നത്. വെറുതെ എന്തെങ്കിലും ഒരു ഫിഗർ ഇട്ട് പോവല്ല, അതിനൊരു ലോജിക്കായിട്ടുള്ളതാണ് കൊടുത്തേക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ശമ്പളം കൂടുന്ന സമയത്ത് NPS കൂടും, UPS കൂടും. അതുകൊണ്ട് തന്നെ ആനുപാതികമായിട്ടായിരിക്കും അവിടെ കൂടുന്നത്. ഇത് തമ്മിലുള്ള പെർസെൻറ്റേജിൽ എത്രമാത്രം വ്യത്യാസം വരുന്നതെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയാണ് നമ്മളുടെ ബാലൻസ് 1/1/2025 എത്ര രൂപയാണ് കോർപ്പസിലുള്ളത് എന്നുള്ളത് കൊടുക്കുന്നത്. അത് നമ്മൾ NPS UPS നമ്മൾ ഒരേപോലെയാണ് ഇവിടെ കൊടുത്തു പോകുന്നത്. ജനുവരി വെച്ചാൽ നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോഴത്തെ മാസം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് മുതൽ എടുക്കുക, അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം പിന്നെ തൊട്ട് താഴോട്ട് വന്നേക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു ഓരോ മാസവും എങ്ങനെയാണ് കൂടുന്നത്, മന്ത്ലി കോമ്പൗണ്ട് ചെയ്ത് വരുന്നതായിട്ടാണ് ഇവിടെ കാൽക്കുലേഷൻസ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ഇക്വേഷൻസ് താഴെ വരെ വരികയും ഇഫക്റ്റ് ആവുകയും ചെയ്യും. ഇതിനനുസരിച്ചുള്ള ഫിഗറുകൾ ഇപ്പുറത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസേർട്ട് ആവുകയും ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ UPSൻ്റെ സെക്ഷൻ വരുന്ന സമയത്ത് അതുപോലെ തന്നെ നേരത്തെ കൊടുത്ത പോലെ തന്നെ 10%, ഇവിടെ വീണ്ടും 10%, ഇവിടെ 20%. ഇവിടെ അതുപോലെ തന്നെ ഇതേ ഇക്വേഷനാണ് കൊടുത്തേക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം അതിൻ്റെ 9% ഒരു മാസത്തെ എടുത്ത് അതുകൂടെ കൂട്ടുന്നു. ഇതിവിടെ ലോസ് അറ്റ് 9.5% ഗ്രോത്ത് എന്ന് കൊടുത്തേക്കുന്നത് മറ്റൊന്നുമല്ല. നമുക്കറിയാം NPSL എന്ന് പറയുന്നത് 10ഉം 14 ചേർന്ന് 24%, UPSൽ 10ഉം 10 20% വരുന്നത്. അപ്പോൾ അവിടെ 4% എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഈ എമൗണ്ടിൻ്റെ 20% വരുന്നുണ്ട്. 4 എന്ന് പറയുന്നത് അതായത് 24ൻ്റെ 4% രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, വെറുതെ 4 എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കരുത്. ടോട്ടലായിട്ടുള്ള ഗ്രോത്തിൽ 20% വ്യത്യാസമാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ വരെ ഉള്ളതിനകത്ത് ഫുൾ എമൗണ്ട് 14 വെച്ച് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മളിവിടെ രണ്ടും ഒരേപോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അതിനകത്ത് വ്യത്യാസം വരുന്നത്. ആദ്യം എന്ന് പറഞ്ഞാൽ മാസത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, 0.09% ആണ്. പിന്നെ 0.19 അങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് കൂടി വരുന്നത്. വർഷം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എത്രമാത്രം വർഷം ഇനി സർവീസ് ബാക്കിയുണ്ടോ അതിനെ അനുസരിച്ചാണ് ഇത് കൂടി വരുന്നത്. കണ്ടില്ലേ വരുന്നത് അവസാനം 20 വർഷം സർവീസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയർലി 10%, 10% തന്നെ വ്യത്യാസം വരുന്നുണ്ട് തമ്മിൽ. മൊത്തത്തിലുള്ളത് 20% വ്യത്യാസമാണെങ്കിൽ പോലും ഇത്രയും വർഷം നമുക്ക് 14% വെച്ചും കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. പക്ഷേ തുടക്കം മുതലേ NPS എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 20% വരും, ഒരു വ്യത്യാസവും വരുത്തില്ല. 9.88% വരുന്നെങ്കിൽ അവസാനം ഇത്രയല്ല, അതിനകത്തൊരു കളിയുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, കണക്കിലെ കളി എന്താണെന്നുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ഈ പറയുന്ന 20 വർഷം കൂടെ കഴിയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫിഗറുകൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് മാറുന്നതിനനുസരിച്ച് ഇവിടെയും മാറത്തക്ക രീതിയിലാണ് ഞാനിത് കൊടുത്തേക്കുന്നത്. മൊത്തത്തിൽ 40 വർഷം സർവീസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ 20 വർഷം കംപ്ലീറ്റ് ചെയ്തു, ഇനി 20 വർഷം കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ പ്രൊജക്ഷനാണ് കൊടുത്തേക്കുന്നത് ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് NPS ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2,84,00,000 രൂപയാണ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. 60% എന്ന് പറയുന്നത് അതാണ് ടോട്ടൽ NPSൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി UPSൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. UPSൽ എന്ന് പറഞ്ഞാൽ 60% വിഡ്രോ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലംസം എമൗണ്ട് ഉണ്ട്. കണ്ടേ, ഈ ലംസം എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നതെന്ന് ഇവിടെ കാണിക്കാം നിങ്ങൾക്ക്. കണ്ടില്ലേ, 40 വർഷം സർവീസ് ഉള്ളത് കൊണ്ടാണ് × 80 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ I250 ഇതാണല്ലോ ബേസിക് പേയുടെ 10/1 എന്ന് പറയുന്നത്, അതായത് 10% എന്ന് പറയുന്നത്. ഈ 10%ൻ്റെ 80 ഇരട്ടി 40 വർഷം സർവീസ് ആകുമ്പം അതാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്ന ലംസം എന്ന് പറയുന്നത്. ഈ ലംസവും കിട്ടും, അതേപോലെ തന്നെ 60% കൂടെ കിട്ടും. അത് രണ്ടും കൂടെ ചേരുന്ന ഫിഗറാണ് ഇവിടെ. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് നമ്മൾ കമ്പയർ ചെയ്തേക്കുന്നത്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതായത് 1% താഴെയാണ് ഈ ഡിഫറൻസ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, 60% വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 40% പെൻഷനേ കിട്ടത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പ്രകാരം 1,46,000 രൂപ UPS പെൻഷൻ കിട്ടുകയാണെങ്കിൽ 58,490 രൂപയായിട്ട് അത് കുറയും. ഇനി NPSൻ്റെ ആണ് കൊടുത്തേക്കുന്നതെങ്കിൽ ഒരു 6.5% കൊടുത്തേക്കുന്നത്. ഈ പറയുന്ന 1,00,000 ചില്ലാൻ രൂപയാണ് അവിടെ പെൻഷനായിട്ട് കാണിക്കുന്നത്. 60% NPSും 60% UPSും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇത് മേക്കപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് ലംസം വെച്ചിട്ടാണ്. കണ്ടില്ലേ, ഇത് ഏകദേശം അടുത്തടുത്ത് വരുന്നതാണ്. അതിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ UPS പെൻഷൻ കാണിച്ചേക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ടോട്ടൽ പേ ഇതിൻ്റെ പകുതിയാണ് കൊടുത്തേക്കുന്നത്. അതാണ് നിങ്ങളിവിടെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഇക്വേഷൻ കാണിക്കും S250/2 എന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ 50%. ഇതെന്ന് പറയുന്നത് NPSന് കിട്ടുന്ന ആനുവിറ്റിയാണ്. അപ്പോൾ ആനുവിറ്റി 6.5%. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 40%ആണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഈ 40% 1,89,00,000 രൂപയുടെ
6.5% എന്നുള്ള രീതിയിലാണ് ഇതിവിടെ കൊടുത്തേക്കുന്നത്. ഇനി മുകളിലേക്ക് വരുന്ന സമയത്തോ ഇവിടെ കാണിക്കുന്നതെന്ന് പറയുന്നത് 35 വർഷം സർവീസ് ആയാൽ എന്താണ് എന്നുള്ളതാണ്. അവിടെയാണ് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ഗ്രീൻ ഫിഗറാണ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ UPS ആണ് എമൗണ്ട് കൂടുതലായിട്ട് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം 60% NPSും 60% UPS തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത്രയാണ്. പക്ഷേ ലംസം എമൗണ്ട് തന്നെ എന്ന് പറയുന്നത് ഈ പറയുന്ന 16,94,900 രൂപ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UPS ഫിഗർ കൂടി വരുന്നത്. മുകളിലേക്ക് വരുന്ന സമയത്ത് UPS ആണ് ഗുണകരമായി വരുന്നത്. എന്ന് വെച്ചാൽ സർവീസ് കുറയും തോറും UPSൻ്റെ എമൗണ്ട് കൂടി വരും. അതാണ് പലപ്പോഴും ഈ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നത്. 25 വർഷമാകുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ളത് കാണാം. 7.35% വർധനവ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ UPSനാണ് വളരെ കൂടുതൽ വരുന്നത് 25 വർഷമാകുമ്പം. 30 വർഷമാകുമ്പോഴത്തേക്ക് അത് 4.73% ആകുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 1.3% ആകുന്നു. 40 വർഷമാകുമ്പോഴത്തേക്ക് 1% താഴെ നഷ്ടമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തരെയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഈ എക്സൽ ഫയൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനിലോ അതല്ലെങ്കിൽ കമൻറ്റിലോ ഒക്കെ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ നിങ്ങൾ ഈ ഒരു ഒറ്റ പോർഷൻ മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതാണ് നമ്മൾ കൊടുക്കേണ്ട ഈ 3 ഫിക്സേഷൻ നമ്മൾ തന്നെ കൊടുക്കണം. ചില ആൾക്കാർക്കെന്ന് പറയുന്നത് 15 മുതൽ 25 വരെ, അതായത് 15 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്തു, ഇനി 25 വർഷം സർവീസ് ഉണ്ട്. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രൊജക്ഷൻ കൂടി വരുന്നുണ്ട്. ഇത് 2026, ഇത് 2036, ഇത് 2046. ആ രീതിയിൽ 10 വർഷം ഉള്ളതിനാണ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവർക്ക് താഴോട്ട് കോളംസ് ഇത് പറയുന്ന റോസ് ഒരുപാട് കൂടുതലായിരിക്കും താഴോട്ടെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും പോകുന്നത്, സൈഡിലത്തുള്ള കാര്യങ്ങളെല്ലാം. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നേരത്തെ കാണിച്ച പോലെ ഇതാണ് നമ്മളുടെ പേ മെട്രിക്സ്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി അടിച്ചാൽ മതി. പേ മെട്രിക്സ് ഇഷ്ടംപോലെ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്, പലതരത്തിലുള്ള PDF ഫയലുകളൊക്കെ. ഇൻക്രിമെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് ലെവലിലാണ് കിടക്കുന്നത്, 5ലാണ് കിടക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് ഓരോ വർഷം വെച്ചിട്ടാണ് ഇത് പോകുന്നത്. അതിനുശേഷം നമുക്ക് പ്രൊമോഷൻ ആവുന്ന സമയത്ത് ഈ പറയുന്ന MSCP കിട്ടുന്ന സമയത്ത് 5ൽ നിന്ന് 6ലേക്കാണ് പോകുന്നതെങ്കിൽ ഇതിൽ ഇങ്ങോട്ടാണ് പോകുന്നത്. 6ൽ നിന്ന് 7ലേക്കാണെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത്. അതെങ്ങനെയാണ് ഫിക്സേഷൻ വരുന്നത് എന്നുള്ളത് ഞാനൊരു സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. നമുക്ക് പ്രധാനമായിട്ടും പേ ഫിക്സേഷൻ വരുന്നതെന്ന് പറയുന്നത് ഒന്നെങ്കിലും എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് ഓഫ് പ്രൊമോഷൻ അല്ലെങ്കിൽ MSCP എന്നാണോ കൊടുക്കുന്നത് അന്ന് വെച്ചിട്ട് ഫിക്സേഷൻ വരാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് വെച്ച് നമ്മൾ ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപക്ഷെ മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും, അറിയത്തില്ലെങ്കിൽ അവർക്കൊന്ന് അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് കൊടുക്കുന്നതെന്ന് പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഫിക്സേഷൻ എന്ന് പറയുന്നത് MSCP അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കുന്ന ഡേറ്റ് വെച്ച് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. 4ൽ നിന്ന് 5ലേക്ക് പോകുന്നതും 7ൽ നിന്ന് 8ലേക്ക് പോകുന്നതിൻ്റെ എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലെവൽ 4ൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് 29,600 രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബേസിക് പേ. അപ്പോൾ അദ്ദേഹത്തിന് ആണ് ഈ പറയുന്ന 5ാമത്തെ ലെവലിലേക്ക് പോകേണ്ടത്. നമുക്ക് ഈ പറയുന്ന പോലെ MSCP പ്രൊമോഷനൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു നെക്സ്റ്റ് ഒരു ഇൻക്രിമെൻറ്റ് കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും, 3% ഇൻക്രിമെൻറ്റ്. അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത കോളത്തിലുള്ളത് കണ്ടില്ലേ, 29,600ൽ നിന്ന് ഒരു ഇൻക്രിമെൻ്റ് ആകുന്ന സമയത്ത് 30,500 വരുന്നത്, ഈ 3%. അത് കഴിഞ്ഞ ശേഷം ഈ 30,500 എന്ന് പറയുന്നത് ഇവിടെ ഈ 5ാമത്തെ ലെവലിൽ എവിടെയാണെന്ന് നോക്കും. അതിന് അതേ തുല്യമായ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് എടുക്കും, അതല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള എടുക്കും. കണ്ടില്ലേ, ഇങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ. കണ്ടില്ലേ, 29,600ൽ നിന്ന് 30,500 ആവുന്നു. 30,500 തുല്യമായ സംഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്തതിനകത്ത് 31,000. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ്. 53,600 നിന്ന് 52,200ലേക്ക് പോകുന്നു. ഇവിടെ വരുമ്പോൾ 55,200 ഉണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ ഫിക്സേഷൻ, നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് മുതൽ ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫിക്സേഷൻ എന്ന് പറയുന്നത് അവരുടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ഓപ്റ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ അടുത്ത ഇൻക്രിമെൻറ്റ് എന്താണോ കിട്ടുന്നത് അന്ന് വെച്ചിട്ടാണ് വേണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന സമയത്ത് തന്നെ 29,600 എന്ന് പറയുന്നത് ആ നെക്സ്റ്റ് ലെവലിലേക്ക് അങ്ങ് എടുക്കും. എവിടെ നോക്കും, 29,600 എന്ന് പറയുന്നത് 29,200 കഴിഞ്ഞിട്ട് ഇതാണ്. ഇത് വെച്ചിട്ടാണ് പോകുന്നത്. അടുത്ത ഇൻക്രിമെൻറ്റ് വരെ ഈ 30,100 പോവും. ഇൻക്രിമെൻ്റ് ആവുന്ന സമയത്ത് തിരിച്ച് ഇവിടെ തന്നെ വരും. അദ്ദേഹത്തിന് എന്ത് ചെയ്യും, 29,600ൽ നിന്ന് നോർമലായിട്ടുള്ള ഒരു ഇൻക്രിമെൻറ്റ് കൊടുക്കും, സാധാരണ രീതിയിലുള്ള ഇൻക്രിമെൻറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം പ്രൊമോഷൻ്റെ ഇൻക്രിമെൻറ്റ് എന്ന് പറയുമ്പം 31,400. ഈ 31,400 ഇവിടെ എവിടെയാണ് വരുന്നതെന്ന് നോക്കും. അപ്പോൾ നോക്കാം, നമുക്ക് 31,400 ഇവിടെ ഇല്ല. അപ്പോൾ 31,900 അതിൽ വരും. അതേ സംഭവം തന്നെയാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് വരുന്നത്. നോർമലായിട്ടുള്ള ഒരു ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ MSCPയുടെ ഇൻക്രിമെൻറ്റ് അത് ഇവിടെ എവിടെയാണ് വരുന്നതെന്ന് നോക്കും. കണ്ടില്ലേ, കൃത്യമായിട്ട് കാണിച്ചേക്കുന്നുണ്ടല്ലേ ഇവിടെ. ഇത് വരുന്നു, അതായത് ആദ്യം 30,100ലാണ് കൊടുത്തത്. പക്ഷേ തിരിച്ച് ഇൻക്രിമെൻ്റ് ആവുന്ന സമയത്ത് ഇപ്പുറത്തേക്ക് തന്നെ കൊണ്ടുവരുന്നു. അവിടെ 29,600, അതിൽ നിന്ന് ഒരു നോർമലായിട്ടുള്ള ഇൻക്രിമെൻറ്റ്, അത് കഴിഞ്ഞ ശേഷം MSCPയുടെ ഇൻക്രിമെൻറ്റ് അത് എവിടെയാണ് വരുന്നതെന്ന് നോക്കും. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേ ഫിക്സ് ചെയ്ത് പോകുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് എപ്പോഴാണ് വരുന്നതെന്നൊക്കെയുള്ള റൂൾസൊക്കെ ഉണ്ട്. അതായത് നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് 6 മാസം കൂടെ കഴിഞ്ഞ് സർവീസ് കിട്ടുവാണെങ്കിൽ അടുത്ത ജനുവരി ആണോ അല്ലെങ്കിൽ ജൂലൈയിലാവുകയാണെങ്കിൽ അവിടെ ഒരു ഇൻക്രിമെൻറ്റ് നമുക്ക് കിട്ടും. പിന്നീട് ഓരോ വർഷം കഴിയുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. ഈ പറയുന്ന ഇൻക്രിമെൻറ്റ് മന്ത് മാറുന്നില്ല. അതൊക്കെ അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും മതി. ഇത് വെച്ചിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സൽ ഷീറ്റ് എടുക്കുക.
എക്സൽ ഷീറ്റിനകത്ത് ഇതേപോലെ കൊടുക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ MACP വരുന്നത് അത് ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത്. 15 വർഷം സർവീസ് കഴിഞ്ഞു, ഇനി 25 വർഷം കൂടെ ഉണ്ട്. അത്തരക്കാരുടെ എങ്ങനെയാണ് 9.5% വരുമ്പോൾ ഉണ്ടാകുന്നതെന്നുള്ളത് കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. നേരത്തെ 10% ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ 2.74% കുറവ് വരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് ഗ്രോത്ത് കുറയുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലംസം എമൗണ്ട് അതേപോലെ നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സാലറി ഇപ്പുറത്ത് കൂടുകയാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഒരു കുറവാണ് ശരിക്കും പറഞ്ഞാൽ പേഴ്സൻറ്റേജിൽ ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്തെന്ന് പറയുന്നത് മുകളിലേക്ക് വരുന്ന സമയത്ത് 35 വർഷം കഴിയുന്ന സമയത്ത് വീണ്ടും 1.54 വ്യത്യാസം കുറഞ്ഞു. പക്ഷേ 30 വർഷം ആകുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റാണ്. അവിടെ നമുക്ക് NPSൻ്റെ എമൗണ്ട് കുറയുകയും UPSൻ്റെ എമൗണ്ട് കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ 40% നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 38,670 രൂപയാണ് UPS പെൻഷൻ, NPS 46,500. അല്ലാത്ത വർഷം എന്ന് പറഞ്ഞാൽ 96,000 ചില്ലുവാൻ രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ 30 വർഷമൊക്കെ ആകുമ്പോഴാണ് ഇതെല്ലാം ഏകദേശമൊക്കെ ഈക്വലായി വരുന്നത് എന്നുള്ള കാര്യം. ഈ ബെഞ്ച് മാർക്ക് കോർപ്പസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വാദം ഞാൻ ഉന്നയിച്ചതിന് കാരണം എന്ന് പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ NPSൻ്റെ പെൻഷൻ കാണിക്കുന്നത് 1,66,000 രൂപയാണ്. ഈ 1,66,000 രൂപ അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടി അദ്ദേഹം മുടക്കുന്നത് 2,60,00,000 ചില്ലുവാൻ രൂപയാണ്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ UPS പെൻഷൻ 1,82,000 UPS പെൻഷൻ വരുന്നത് ഈ കാൽക്കുലേഷൻ വെച്ചിട്ട്. അതിനുവേണ്ടി അദ്ദേഹം മുടക്കേണ്ട തുകയെന്ന് പറയുന്നത് 5,84,00,000 ചില്ലുവാൻ രൂപ. അത്രയും രൂപ മുടക്കുമ്പോൾ കിട്ടുന്നത് 1,82,000. എന്നാൽ വെറും 2 കോടി രൂപ അല്ലെങ്കിൽ 2.5 കോടി മുടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 1,65,000 കിട്ടും. ഇങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഇതിനകത്ത് ബെഞ്ച് മാർക്ക് കോർപ്പസിൻ്റെ കാൽക്കുലേഷനിൽ വ്യത്യാസം വരേണ്ട ആവശ്യകതയെക്കുറിച്ച്. അതായത് 30 വർഷം കഴിഞ്ഞതിന് ശേഷം ബെഞ്ച് മാർക്ക് കോർപ്പസ് എങ്ങനെ വരണം എന്നുള്ളത് വെച്ചാൽ നേരത്തെ രീതിയിൽ എടുക്കാൻ പറ്റത്തില്ല. അതിന് കാരണം ഇത്ര വ്യത്യാസം വരുന്നുണ്ട്. ഇരട്ടി തുകയോളം മുടക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് UPS കിട്ടുന്നത്. അത് വളരെ വലിയ നഷ്ടമായിരിക്കും അങ്ങനെ വരുന്നത്. അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് അല്ല. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അതിനകത്ത് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. അതിനകത്ത് ചില ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ലല്ലോ എന്ന് പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ എക്സൽ ഷീറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് NPS UPSമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരും. ആ ബെൽ ഐക്കണോട് അമർത്തണം. ആ ഒരു ലൈക്കും കൂടെ അടിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.